ഇന്ത്യൻ പ്രതിപക്ഷ നിരയിൽ രാഹുൽ ഗാന്ധിയുടെ കാലം കഴിയുകയാണോ? നരേന്ദ്രമോദിക്കെതിരെ പ്രതിപക്ഷത്തിന്റെ ഏക പ്രധാനമന്ത്രി മുഖം താനാണെന്ന് വിശ്വസിച്ചിരുന്ന രാഹുലിന് പകരക്കാരനായി മറ്റൊരാൾ കടന്നു വരികയാണ്. അതെ, രാഹുൽ ഗാന്ധിക്ക് നെഞ്ചിടിപ്പേറ്റി ദക്ഷിണേന്ത്യയിൽ നിന്നും ഒരു പുതിയ നേതാവ് ഡൽഹി ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഇന്ത്യ ടുഡേ സി വോട്ടർ പുറത്തുവിട്ട ഏറ്റവും പുതിയ മൂഡ് ഓഫ് ദി നേഷൻ സർവേ ഫലങ്ങളാണ് കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി ആരാകണമെന്ന സർവേയിൽ പതിവ് പോലെ എതിരാളികളില്ലാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. 48.7% പേരുടെ പിന്തുണയോടെ മോദിയുടെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടാനാവാതെ തുടരുന്നു. എന്നാൽ യഥാർത്ഥ ട്വിസ്റ്റ് ഒളിഞ്ഞിരിക്കുന്നത് അവിടെയല്ല. 27.1% പേരുടെ പിന്തുണയുമായി രാഹുൽ ഗാന്ധിയാണ് രണ്ടാം സ്ഥാനത്ത്. എന്നാൽ സാക്ഷാൽ മമതാ ബാനർജിയും അഖിലേഷ് യാദവിനെയും അരവിന്ദ് കെജ്രിവാളിനെയും പോലെയുള്ള വമ്പന്മാരെ ബഹുദൂരം പിന്നിലാക്കി 9.2% ജനപിന്തുണയോടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മൂന്നാമതൊരാൾ കടന്നു വന്നിരിക്കുന്നു. അത് മറ്റാരുമല്ല, തമിഴ്നാട് മുഖ്യമന്ത്രിയും തമിഴക വെട്രിക്കഴകം നേതാവുമായ സാക്ഷാൽ തളപതി വിജയ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും രസകരമായ ഒരു വൈരുദ്ധ്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കോൺഗ്രസ് പിന്തുണയോടെയാണ് തമിഴ്നാട്ടിൽ വിജയ് ഭരിക്കുന്നത്. അതായത് സർവേയിൽ വിജയ് ഉണ്ടാക്കിയ ഈ വൻ മുന്നേറ്റം സ്വന്തം സഖ്യകക്ഷിയായ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ടാണ്. 2024 മാത്രം പാർട്ടി രൂപീകരിച്ച് 2026 മുഖ്യമന്ത്രിയായ ഒരു വ്യക്തി വെറും 3 മാസത്തെ ഭരണപരിചയം കൊണ്ട് ദേശീയ തലത്തിൽ പ്രധാനമന്ത്രിയാകാൻ യോഗ്യനായ മൂന്നാമത്തെ നേതാവായി മാറിയെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് വിജയുടെ കരുത്തിനേക്കാൾ ഉപരി രാഹുൽ ഗാന്ധിയുടെ പരാജയത്തെയാണ്. പതിറ്റാണ്ടുകളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്നിട്ടും ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധിയിൽ ഒരു വിശ്വാസവുമില്ല എന്നതാണ് ഒരു തുടക്കക്കാരനായ വിജയുടെ മുന്നേറ്റം അടിവരയിടുന്നത്. ഇപ്പോൾ തന്നെ വിജയിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ TVK മന്ത്രിമാരായിട്ടുള്ള ശരത് കുമാറും ആദവ് അർജുനയും പരസ്യമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ നിന്നൊരു പ്രധാനമന്ത്രി എന്ന മുദ്രാവാക്യമാണ് അവർ ഉയർത്തുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ കസേരയ്ക്ക് ഇന്ത്യയിൽ ആരും ഒരു ഭീഷണിയല്ല. എന്നാൽ ഇതേ രീതിയിൽ വിജയ് മുന്നോട്ട് പോയാൽ പ്രതിപക്ഷത്തെ നയിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ മോഹങ്ങൾക്കും അവകാശവാദങ്ങൾക്കും മേൽ തമിഴ്നാട്ടിൽ നിന്നും വലിയൊരു അവസാനം ഉണ്ടാകുമെന്ന് ഈ സർവേ ഫലം കൃത്യമായി മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.